ബസ് സ്റ്റോപ്പുകളിലും പൊതു ഇടങ്ങളിലുമെല്ലാം സ്ത്രീകളെ കമന്റ് അടിക്കുന്ന ഒരു പഴയ കഥാപാത്രത്തെ ഓർമ്മയുണ്ട്. പൂവാലന്മാർ മിക്കവാറും എല്ലാ ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും കോളേജ് വരാന്തയിലും ഒക്കെ കാണുമായിരുന്നു. അതൊക്കെ പണ്ടൊക്കെ കാലം, ഇപ്പോഴൊക്കെ എന്ത് പൂവാലൻ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ പൂവാലന്മാരുടെ ശല്യം സംസ്ഥാനത്ത് കൂടുന്നു, പൂവാലന്മാരുടെ എണ്ണവും കൂടുന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആ കണക്ക് കൂട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ചമലക്കിളി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അളിയ വണ്ടി കൊള്ളാം, ഒന്ന് ലൈൻ ഇട്ട് നോക്കിയാലോ? പറയാനുണ്ട്. എന്താ വരുന്നേ? പൊതുയിടങ്ങളിൽ പിറകെ നടന്ന് കമന്റ് അടിക്കുന്ന, പിറകെ നടന്ന് ശല്യപ്പെടുത്തുന്ന പൂവാലന്മാരെ ഇപ്പോൾ മലയാള സിനിമയിൽ കാണാൻ കഴിയില്ല. അത്തരം തമാശകളുടെ കാലം കഴിഞ്ഞു എന്നുള്ളതും ഒരു വസ്തുതയാണ്. എന്നാൽ നിത്യജീവിതത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ഓരോ വർഷം കഴിയുന്തോറും പൂവാലന്മാരുടെ എണ്ണം കൂടുകയാണ് എന്നാണ് സർക്കാരിൻ്റെ തന്നെ കണക്ക്. ആദ്യം ആ കണക്കിലേക്ക്. നിയമസഭയിൽ സമർപ്പിച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത പൂവാലൻ കേസുകളെക്കുറിച്ചുള്ള പരാമർശം. ഓരോ വർഷം കഴിയുമ്പോഴും കേസുകൾ ഉയരുന്നതായാണ് കണക്ക്. 2016 328, 2017 421, 2018 461 കേസുകളായിരുന്നു പൂവാല ശല്യത്തിൽ രജിസ്റ്റർ ചെയ്തത്. 2019 20 കേസുകൾ ചെറുതായി കുറഞ്ഞു. 2019 435, 20 442 കേസുകൾ. 2021 മുതൽ വീണ്ടും ഉയർന്നു. 2021 504, 2022 572, 2023 679 പൂവാലൻ കേസുകളുണ്ടായി. 7 വർഷം കൊണ്ട് ഇരട്ടിയിലധികം പൂവാലന്മാരാണ് പിടിയിലായത്. 2024 സെപ്റ്റംബർ വരെ 501 കേസുകളും പൂവാലന്മാർക്കെതിരെ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തു. സിനിമകളിൽ കാണിക്കുന്നത് പോലെ തമാശയല്ല പൂവാലന്മാരുടെ ശല്യമെന്ന് അനുഭവസ്ഥർ. ഒറ്റയ്ക്കല്ലേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം എന്ന് തോന്നിപ്പോകുമല്ലോ. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ മാത്രമല്ലേ കാണൂ പ്രതികരിക്കാൻ. പ്രതികരിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു പോകും. എന്നിട്ട് സ്വയമേ ധൈര്യമായിട്ട് നമ്മൾ പ്രതികരിക്കണമല്ലോ. അതിന് അല്ലാതെ നമുക്ക് നമ്മളല്ലേ ഉള്ളൂ പ്രതികരിക്കാൻ. ഹൈസ്കൂളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ, പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയല്ലെന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് അങ്ങോട്ട് വൾഗറായി നേരിട്ട് അങ്ങനെ വരാറില്ല. അങ്ങനെ ഇല്ല. ഉണ്ട്, സ്വാഭാവികം. അതാണ് ഇവിടെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സംഭവം. പിന്നെ കുറേ ഉണ്ട്. ബസ്സിലൊക്കെ പോകുമ്പോൾ പ്രശ്നമാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ അടുത്ത് നിൽക്കുക, എന്തെങ്കിലുമൊക്കെ പറയുക. നമുക്ക് ഇറിറ്റേറ്റഡ് ആവുന്ന തരത്തിൽ ഇപ്പം ദേഷ്യം വരും. ചിലപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഈ കാലത്തും പൂവാലന്മാരുണ്ടോ എന്ന് അതിശയപ്പെടുന്നവരുമുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് അത് കാണുന്ന അല്ലെ പ്രകടമായ രീതിയിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു, അല്ല പണ്ട് കാലത്ത് നല്ല ഒരു ടീനേജ് പ്രായങ്ങളിലാണ് കൂടുതൽ അത് കാണപ്പെടുന്നത്. എനിക്കൊന്നും അങ്ങനെ ഒന്നും നേരിട്ട് ഇതുവരെ വന്നിട്ടില്ല അനുഭവം. അതാണ്. ഒരുപക്ഷെ പരാതിപ്പെടാതെ പോകുന്ന സംഭവങ്ങൾ ഈ കണക്കുകളിലും എത്രയോ ഇരട്ടിയാകും. സോഷ്യൽ മീഡിയയിലെ ശല്യക്കാരുടെ പുറത്താണ് ഈ പറഞ്ഞ പൂവാലന്മാരുടെ കണക്കുകളെല്ലാം. ഒരുപക്ഷെ പൊതു ഇടങ്ങളിൽ ശല്യപ്പെടുത്തുന്ന പൂവാലന്മാർക്കെതിരെ സ്ത്രീകൾ കൃത്യമായി പരാതി നൽകാൻ തയ്യാറാകുന്നു എന്നുള്ളതും ഈ കണക്കുകൾ ഉയരാൻ ഒരു കാരണമായിട്ടുണ്ട്. യദുവിനും രാജ്കുമാറിനും ഒപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ ഒരു വിവരം വിനീത വിജി അറിയിക്കുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഡൽഹി പുറത്തിറക്കിയിട്ടുണ്ട്. 112. നിങ്ങൾക്ക് അടിയന്തരമായി ഭൂചലനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാഹചര്യം നേരിടുന്ന ആളുകൾക്ക് വിളിക്കാനുള്ള നമ്പറാണ് 112 112.